നമസ്കാരം. കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കർണാടകയിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുന് വേണ്ടിയുള്ള തെരച്ചിൽ ഇന്ന് രാവിലെ 10 മണിയോടെ പുനരാരംഭിക്കുമെന്ന് കാർവാർ SP അറിയിച്ചു. പ്രാദേശിക മുങ്ങൽ വിദഗ്ധനായ ഈശ്വർ മാൽപയുടെ നേതൃത്വത്തിലാണ് ഗംഗാവലിപ്പുഴയിൽ തെരച്ചിൽ നടത്തുന്നത്. നാവികസേനയുടെ ഒരു ഡൈവിംഗ് സംഘവും ഉൾപ്പെടെ 50 പേരടങ്ങുന്ന സംഘമാണ് തെരച്ചിലിനിറങ്ങുന്നത്. ഇന്ന് പൂർണ്ണതോതിൽ തെരച്ചിൽ നടത്തുമെന്നും SP നാരായണ പറഞ്ഞു. ഈശ്വർ മൽപയ്ക്കൊപ്പം മത്സ്യത്തൊഴിലാളി സംഘവും SDRF NDRF സംഘവും തെരച്ചിലിൽ പങ്കാളികളാകും. ഷിരൂരിൽ യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ടെങ്കിലും കാലാവസ്ഥ അനുകൂലമാണെന്നാണ് വിവരം. മൽപയ്ക്കൊപ്പം 3 മുങ്ങൽ വിദഗ്ധരും പുഴയിലിറങ്ങും. അർജുനൊപ്പം മണ്ണിടിച്ചിലിൽ കാണാതായ ലോകേഷ്, ജഗന്നാഥ് എന്നീ കർണാടക സ്വദേശികൾക്കായും തെരച്ചിൽ നടത്തും. നിരീക്ഷണത്തിനായി കരസേനയുടെ ഹെലികോപ്റ്ററും ഉണ്ടാകും. ഇന്നലെ നടത്തിയ തെരച്ചിലിൽ അർജുന്റെ ട്രക്കിന്റെ ഹൈഡ്രോളിക് ജാക്കി കണ്ടെടുത്തിരുന്നു. ഗംഗാവലി നദിയിൽ ഈശ്വർ മാൽപയുടെ നേതൃത്വത്തിൽ നടത്തിയ തെരച്ചിലിലാണ് വൈകിട്ട് 4:30 ജാക്കിയും ഒരു ഇരുമ്പ് കഷ്ണവും കണ്ടെടുത്തത്. ജാക്കി അർജുൻ ഓടിച്ച ട്രക്കിന്റെ തന്നെയെന്ന് ഉടമ മനാഫ് തിരിച്ചറിഞ്ഞു. ട്രക്കിന്റെ ചുവപ്പ് നിറമായിരുന്നു ജാക്കിയുടെയും. ജാക്കി ലഭിച്ചെടുത്ത് തന്നെ ലോറിയും ഉണ്ടാകുമെന്ന് മനാഫ് പറഞ്ഞു. മുങ്ങി തിരയാൻ പറ്റിയ കാലാവസ്ഥയായിട്ടും കർണാടക തെരച്ചിൽ വൈകിപ്പിച്ചെന്ന് ഇന്നലെ ഇവിടെ എത്തിയ അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിൻ ആരോപിച്ചിരുന്നു. രാവിലെ തെരച്ചിൽ നടത്തുമെന്ന് പറഞ്ഞെങ്കിലും ഉച്ചയായിട്ടും ആരും എത്തിയില്ല. വൈകിയാൽ ഷിരൂരിൽ പ്രതിഷേധിക്കാനായിരുന്നു കുടുംബത്തിന്റെ തീരുമാനമെന്നും ജിതിൻ വ്യക്തമാക്കി. തെരച്ചിൽ പുനരാരംഭിച്ചതോടെ അർജുനെ കണ്ടെത്തുമെന്നാണ് പ്രതീക്ഷയെന്ന് സഹോദരി അഞ്ജു കോഴിക്കോട്ട് പറഞ്ഞു. ഞങ്ങൾ മാനസികമായി തകർന്നു, കാത്തിരിപ്പിന് ഒരവസാനം വേണമെന്നും സഹോദരി വ്യക്തമാക്കി.